പ്രമോദ് പുഴങ്കര, താങ്കൾ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പാക്കുന്നതിൽ പറഞ്ഞ രൂപത്തിലല്ല എന്നതിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ ഈ KSRTC ബസ്സിൽ പൂർണ്ണമായും എല്ലാ സർവീസുകളിലും അത് പ്രതീക്ഷിച്ചു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ നേതാക്കൾ വീടുകളിലെത്തി ആളുകൾക്ക് നൽകിയിരുന്ന ഉറപ്പ്. പക്ഷെ ഇപ്പോൾ അത് ഓർഡിനറി ബസ്സുകളിലേക്ക് ചുരുങ്ങുന്നു. ഓർഡിനറി ബസ്സുകൾ തുടങ്ങുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അങ്ങ് എങ്ങനെയാണ് ഇത് കാണുന്നത്? ഇതിൽ സാമൂഹ്യനീതി എന്ന് പറയുന്നത് സ്ത്രീകൾക്ക്, എല്ലാ സ്ത്രീകൾക്കും കിട്ടാത്ത രീതിയിൽ അത് എന്താണ്, പ്രദേശങ്ങൾ വെച്ച് നോക്കുമ്പോൾ ചില ഭാഗങ്ങളിൽ കിട്ടാത്ത സാഹചര്യം വരികയല്ലേ? ഇതിനെ നമ്മൾ കേരളത്തിൻ്റെ പൊതുഗതാഗത സംവിധാനമായിട്ടും കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ട ഒരു യാത്രാ സൗജന്യത്തിൻ്റെയും ഒരു സോഷ്യൽ മൊബിലിറ്റിയുടെ നടപ്പാക്കുന്നതിൻ്റെയുമായിട്ട് രണ്ട് ഭാഗത്തായിട്ട് കാണണം. കേരളത്തിലെ പൊതുഗതാഗത സംവിധാനം, അതിൽ KSRTC അടക്കമുള്ള പൊതുമേഖലയുടെ പങ്ക്, സ്വകാര്യ ബസ്സുകളുടെ പങ്ക്, ഇതിൽ സ്ത്രീ യാത്രക്കാരുടെ പങ്കാളിത്തം, അവരെത്രത്തോളം ഇത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത്, ഇതിനെയൊക്കെ കണക്കാക്കി സമഗ്രമായൊരു രീതിയിൽ വേണം ഇതിനെ സമീപിക്കുന്നതിന്. എൻ്റെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ ഏതെങ്കിലും ഒരു വാചകത്തിൻ്റെ മുകളിൽ തൂങ്ങിയിട്ടല്ല ഇപ്പോൾ പ്രതിപക്ഷം ഇവർ ഒക്കെ പറയുന്ന പോലെ ഇപ്പോൾ എത്ര ബാലിശമായ വർത്തമാനങ്ങളാണ് കേരളത്തിൻ്റെ പൊതുഗതാഗത സംവിധാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പറയുന്നത്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് സ്ത്രീകൾക്ക് തീർത്ഥാടനത്തിന് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഇടതുപക്ഷ കക്ഷികൾ എന്ന് പറയുന്നവരുടെ വലിയൊരു വിമർശനം. ഒരു പൊതുഗതാഗത സംവിധാനത്തെക്കുറിച്ചും അതിലുള്ള സ്ത്രീകൾക്ക് കൊടുക്കുന്ന സൗജന്യത്തെക്കുറിച്ചുള്ള സംസാരം, ഒരു സംവാദം അതിലിതാണോ? കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്ന് മൂകാംബികയ്ക്കും കണ്ണൂരിൽ നിന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കും സ്ത്രീകളെ സൗജന്യമായിട്ട് കൊണ്ടുപോകുന്നതിനാണോ? വീട്ടിൽ ചെന്ന് ആളുകളോട് പറഞ്ഞ വാചകമാണ്, അതാണ് എടുത്തു പറയുന്നത്. അത് അവരുടേതായിട്ട് പറഞ്ഞതല്ല. VD സതീശൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ VD സതീശനൊന്നും അല്ലല്ലോ കേരളത്തിന്റെ ഞാൻ ഇടതുപക്ഷം പറഞ്ഞിട്ടില്ല. ഇല്ല, അത് തന്നെയാണ് ഞാനും പറഞ്ഞത്. VD സതീശൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പാക്കരുത് എന്ന് പറയേണ്ട ആളുകളാണ് നമ്മൾ. കാരണം എന്താ, സ്ത്രീകൾക്ക് തീർത്ഥാടനത്തിന് പോകുന്നതിനും അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോകുന്നതിനും അങ്ങനെയല്ല ഈ സ്ത്രീകളുടെ സൗജന്യയാത്രയെക്കുറിച്ച് നമ്മൾ കാണേണ്ടത്. ഇത് എങ്ങനെയാണ്, അതൊരു സ്ട്രക്ചറൽ മൊബിലിറ്റി ഷിഫ്റ്റാണ് കൊടുക്കുന്നത്. ഏത് വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കാണ് ഇത് ഉപയോഗപ്പെടുന്നത് എന്നുള്ളതാണ്. ഇത് ലക്ഷറി ബസ്സുകളിലോ ദീർഘദൂര ബസ്സുകളിലോ പോകേണ്ട തരം യാത്രകൾക്കുള്ള ഒന്നല്ല സ്ത്രീകളുടെ സൗജന്യ യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സ്ഥിരം യാത്ര ചെയ്യുന്ന, ദൈനംദിന യാത്രകൾക്ക്, തൊഴിലിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന, വരുമാനം കുറവുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ 1 ലക്ഷവും 1.5 ലക്ഷവും ശമ്പളം വാങ്ങുന്ന ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർക്കോ ഒരു കോളേജ് അധ്യാപികയ്ക്കോ വേണ്ടിയല്ല ഇത് കൊടുക്കുന്നത്. വാസ്തവത്തിൽ അവർക്കത് കൊടുക്കേണ്ട ആവശ്യം പോലുമില്ല. എന്ന് മാത്രമല്ല, അത്തരത്തിലുള്ള ആളുകളെ എങ്ങനെയാണ് ഇതിൽ നിന്ന് ഫിൽട്ടർ ചെയ്യേണ്ടത് എന്ന് പോലും സർക്കാർ ആലോചിക്കണം. അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കണം. എല്ലാവർക്കും എന്നാണല്ലോ, എല്ലാ സ്ത്രീകൾക്കും എന്നാണല്ലോ, അതിൽ സാമ്പത്തിക വ്യത്യാസമില്ല. അതെ, അല്ല ഒരു അത് വേണമെന്ന് ആവശ്യക്കാരനായാണ്. 1.5 ലക്ഷം വരുമാനമുള്ള ഒരാൾക്ക് സർക്കാർ സബ്സിഡിയിൽ അങ്ങനെ യാത്ര ചെയ്യേണ്ട. അപ്പോൾ ഡൽഹിയിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു സംവിധാനമുണ്ട്. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാം എന്നുള്ള ഒരു സംവിധാനമുണ്ട്. പിങ്ക് ടിക്കറ്റ് എന്നുള്ളതിന് പുറമെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാം. അതിൻ്റെ മറ്റൊരു ഘട്ടത്തിൽ ആലോചിക്കേണ്ടതാണ്. ഇത് എങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ സ്ട്രക്ചറൽ ഷിഫ്റ്റ്? ഇപ്പോൾ കർണാടകത്തിൽ ഇത് നടപ്പാക്കിയതിൻ്റെ സ്റ്റഡീസിൽ എന്താ കാണിക്കുന്നത്? കർണാടകത്തിൽ അതിൻ്റെ സാമ്പത്തിക ബാധ്യത എന്നുള്ളത് മാറ്റി നിർത്തിയാൽ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. എന്താണ് കാണിക്കുന്നത്? സ്ത്രീകളുടെ റൈഡർഷിപ്പ് ഏതാണ്ട് 62% സ്ത്രീകൾ ഏത് തരത്തിലാണ് ആ റൈഡർഷിപ്പ് കൂടുന്നത്? താലൂക്കുകളിൽ നിന്നും പഞ്ചായത്തുകളിലേക്കുള്ള യാത്രകളിലും അതുപോലെ തന്നെ അർബൻ ഏരിയകളിൽ തന്നെ, അത് ഇപ്പോൾ ഡൽഹിയിലായാലും ഒക്കെ ലോവസ്റ്റ് ഇൻകം ഗ്രൂപ്പിലുള്ള ആളുകൾ ദൈനംദിന യാത്രയ്ക്ക് വേണ്ടിയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഒരു സ്ത്രീയുടെ ഉദാഹരണത്തിന് ഇപ്പോൾ സ്ത്രീകളുടെ സാക്ഷരതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അങ്ങനെയാണ്, സ്ത്രീകളുടെ സാക്ഷരതയും സ്ത്രീകളുടെ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിക്കുന്നതും കുടുംബങ്ങളുടെയും കുട്ടികളുടെയും ആരോഗ്യവുമായിട്ടും അവയുടെ പഠന നിലവാരവുമായിട്ടും സെക്യൂരിറ്റി ആയിട്ട് നേരിട്ട് ബന്ധിപ്പിക്കുന്നു. അന്താരാഷ്ട്ര കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് അതാണ്. അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള എംപവർമെൻറ്റും സോഷ്യൽ മൊബിലിറ്റിയും സ്ത്രീകൾക്കും സമൂഹത്തിനും ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഭദ്രമാക്കി കൊണ്ടുവരിക ഈ സ്കീമിലൂടെ എന്നാണ് നമ്മൾ കാണേണ്ടത്. മറ്റൊന്ന്, ഇത് കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്ന്. ഇപ്പോൾ മലബാറിൽ, വടക്കൻ ജില്ലകളിൽ, ഇപ്പോൾ തൃശ്ശൂർ തൊട്ട് അങ്ങോട്ട്
നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ KSRTCയുടെ ഓർഡിനറി ബസ്സൊക്കെ വളരെ ചുരുങ്ങിയതാണ്. ഒരു കണക്ക് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഓർഡിനറി സർവീസുകളുടെ 1/3 ഓടുന്നത് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഇതിൻ്റെ ഭൂരിഭാഗം സർവീസുകൾ ഓടുന്നത്. അതെ, തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, കോട്ടയം അങ്ങനെയാണ് അതിൻ്റെ ഓർഡർ വരുന്നത്. ഇത് അങ്ങനെയാണ് ഓർഡർ വരുന്നത്. അപ്പോൾ ആരാ ഇതിന് ഉത്തരവാദി? കഴിഞ്ഞ 10 കൊല്ലം ഒരു കൊല്ലത്തിൽ ഒരു 50 സർവീസ് കൂടുതലിടാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറായിരുന്നെങ്കിൽ വടക്കൻ ജില്ലകളിൽ 500 സർവീസ് ആകുമായിരുന്നില്ലേ? ഇത് വടക്കൻ ജില്ലകളോട് കാലാകാലങ്ങളായിട്ട് അവിടെ KSRTC സർവീസ് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൊടുക്കുന്നതിലും KSRTC മാത്രമല്ല മറ്റു പല കാര്യങ്ങളിലുമുള്ള ഒരു പ്രശ്നമുണ്ട്. അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ അതിനെ ഈ ജൂൺ മാസം തൊട്ട് തുടങ്ങിയ ഒരു പ്രശ്നമല്ല വടക്കൻ ജില്ലകളിലെ KSRTC സർവീസിൻ്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. അത് പരിഹരിക്കണം. അത് പരിഹരിക്കുന്നതിലെ മറ്റൊരു പ്രശ്നം എന്താ? കേരളത്തിലെ പൊതുഗതാഗത സംവിധാനത്തെക്കുറിച്ചുള്ള ഒരു ചർച്ചയുടെ കൂടി ഭാഗമായിട്ടാണ് അതിനെ കാണേണ്ടത്. എങ്ങനെയാണ് ആ പൊതുഗതാഗത സംവിധാനത്തിൻ്റെ ചർച്ചയുടെ ഭാഗമായിട്ട് കാണുക? ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് 35,000 ഒരു പീക്ക് ടൈമിൽ 35,000-ഓളം ഉണ്ടായിരുന്ന പ്രൈവറ്റ് ബസ്സുകൾ 7,300 താഴെയായി. 7,000-നും 7,300-നും ഇടയ്ക്കാണ് അതിൻ്റെ കണക്ക്. ബസ്സുകളുടെ റൈഡർഷിപ്പ് ഒരു 4 കൊല്ലം ഏതാണ്ട് എത്രയായിട്ട് കുറഞ്ഞു? ഒരു 13 ദശലക്ഷം എന്നുള്ളതിൽ നിന്ന് 6 ദശലക്ഷത്തോളമായിട്ട് കുറഞ്ഞു. ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. കേരളത്തിലെ പ്രൈവറ്റ് വെഹിക്കിൾസിൻ്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത് ദേശീയ ശരാശരിയേക്കാളൊക്കെ എത്രയോ കൂടുതലാണ്. കേരളത്തിൽ 24 സംതിങ്ങോ മറ്റോ ആണ്. ഏതാണ്ട് 24% അടുത്താണ് കാറുകൾ ഓൺ ചെയ്യുന്ന ഹൗസ് ഹോൾഡ്സിൻ്റെ എണ്ണം, കുടുംബങ്ങളുടെ എണ്ണം. അതായത് കേരളത്തിൽ 4/1 വീടുകളിൽ പ്രൈവറ്റ് കാറുകളുണ്ട്. 65% വീടുകളിൽ 2 വീലേഴ്സ് ഉണ്ട്. അതായത് കേരളത്തിൻ്റെ ആളുകളുടെ യാത്രാ സംവിധാനം എന്ന് പറയുന്നത് പൊതുഗതാഗത സംവിധാനത്തിൽ നിന്നും സ്വകാര്യ വാഹനങ്ങളിലേക്ക് മാറുന്നു എന്നുള്ളൊരു ട്രെൻഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മുഴുവൻ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇത് കണക്കിലെടുത്തിട്ടാണ് സ്ത്രീകളുടെ യാത്രയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് കൊട്ടിയൂർക്ക് യാത്ര ചെയ്യാൻ പറ്റിയില്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് കണ്ണൂരിൽ നിന്ന് വരാൻ പറ്റിയില്ല, ഗുരുവായൂർ വന്ന് നിർമ്മാല്യം തൊഴാൻ പറ്റിയില്ല എന്നുള്ള നിസ്സാരവും ബാലിശവുമായ വാദങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ പൊതുഗതാഗത സംവിധാനത്തിലും സ്ത്രീകളുടെ മൊബിലിറ്റിയിലും ഇതെങ്ങനെ ഇടപെടും എന്നാണ് നോക്കേണ്ടത്. ഒരു കാര്യം കൂടി അതിൽ പറയേണ്ടതുണ്ട്. ഇപ്പോൾ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തത്തിൽ സ്ത്രീകളുടെ റേറ്റ്, ആ റേറ്റ് ഈ ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റ് എത്രയാണ്? ദേശീയ ശരാശരിയേക്കാൾ കുറവാണ് കേരളം. അത് ഒരു വിചിത്രമായ കാര്യമാണ്. അത് ഇവിടുത്തെ ജെൻഡർ പാട്രിയാർക്കൽ ഇഷ്യൂസൊക്കെ വെച്ചിട്ടാണ് അതിന് മറ്റൊരു ഘടകം കൂടിയുണ്ട്. അഗ്രികൾച്ചറൽ ലേബറിലുള്ളത് കൊണ്ടാണ് സ്ത്രീകൾ മറ്റ് സ്ഥലങ്ങളിൽ തൊഴിൽ മേഖലയിൽ കൂടുതൽ പോകുന്നത്. ഇവിടെ കേരളത്തിൽ തൊഴിൽ മേഖലയിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ വിഭാഗം ഏതാണ്? അവർ കൂടുതലും സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസും റെഗുലർ വേജസ് ഉള്ള എംപ്ലോയീസുമാണ്. അവർ യാത്ര ചെയ്യുന്ന തരം സ്ത്രീകളാണ്. അങ്ങനെ യാത്ര ചെയ്യുന്ന തരം സ്ത്രീകൾക്ക് ഇതെങ്ങനെ ഗുണം ചെയ്യുമെന്നുള്ളതാണ്. ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതിന് ഒരു ട്രിപ്പ് എന്ന് കണക്കാക്കി കഴിഞ്ഞാൽ ഒരു ദിവസം ഇപ്പോൾ നമ്മൾ എടുക്കുക 60 രൂപ ഒരു സ്ത്രീക്ക് ചിലവാക്കേണ്ടി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയ്ക്കുള്ളിൽ അല്ലെങ്കിൽ കൊല്ലം ജില്ലയ്ക്കുള്ളിൽ 60 രൂപയുടെ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഇത് ഒരു വർഷം 25 ദിവസം ഒരു മാസം യാത്ര ചെയ്താൽ ഒരു വർഷം ഏതാണ്ട് 18,000 രൂപയാണ് ആ സ്ത്രീയുടെ കയ്യിലിരിക്കുന്നത്. 18,000 രൂപയുള്ള ഒരു സ്ത്രീ, സ്വന്തമായിട്ട് 18,000 രൂപയുള്ള കയ്യിലുള്ള സ്ത്രീ, നമ്മുടെ സമൂഹത്തിലെ ഒരു രീതി അനുസരിച്ച് ആ സ്ത്രീ അത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇത് ഐക്യരാഷ്ട്രസഭയുടെ യുനെസ്കോയുടെ ഒക്കെ പഠനങ്ങളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ സ്ത്രീ എവിടെയായിരിക്കും ഈ പണം ഇൻവെസ്റ്റ് ചെയ്യുക? അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിലും കുടുംബത്തിൻ്റെ ആരോഗ്യത്തിലുമാണ് പ്രാഥമികമായി സ്ത്രീകൾ ഇത് ഇൻവെസ്റ്റ് ചെയ്യുക. എന്നു മാത്രമല്ല, സ്ത്രീകളുടെ മൊബിലിറ്റി കൂടുന്നതോടുകൂടി സൊസൈറ്റിയിലെ, സമൂഹത്തിലെ, പൊതുരംഗത്തെ അവരുടെ ദൃശ്യത, വിസിബിലിറ്റി വർദ്ധിക്കുകയും അവരുടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയും ചെയ്യും. ഇത്തരം കുറേ ഘടകങ്ങൾ കൂടിയാണ്. തീർത്ഥാടനത്തിന് പോകുന്ന സ്ത്രീകൾ കാശ് കൊടുത്തു പോകണം, അവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയല്ല ഇത്. അങ്ങനെ VD സതീശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ VD സതീശനെ തിരുത്തണം. സർക്കാരിൻ്റെ കാശ് കൊടുത്ത് സ്ത്രീകളെ ഗുരുവായൂർക്ക് വിടാനുള്ള പരിപാടിയല്ല ഇത്. തൊഴിലെടുക്കുന്ന സ്ത്രീകൾക്ക്, വരുമാനം കുറഞ്ഞ സ്ത്രീകൾക്ക് അവരുടെ കുടുംബ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അവരുടെ സാമൂഹ്യമായ എംപവർമെൻറ്റിനും വേണ്ടി നടത്തുന്ന ഒരു പരിപാടിയാണത്. അതിൽ കേരളത്തിൻ്റെ പൊതുഗതാഗത രംഗത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് നടപ്പാക്കേണ്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.